നിറവിലേക്ക് സ്വാഗതം. ആത്മാവിനെ അതിൻ്റെ എല്ലാ അപൂർണതകളിൽ നിന്നും ശുദ്ധീകരിക്കുന്ന ഉലയാണ് പരീക്ഷണങ്ങൾ. വിശുദ്ധ മരിയ മഗ്ദലേനയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. അജോ ആലപിക്കുന്ന ആത്മാവിൻ അൾത്താര തന്നിൽ എന്ന ഗാനമാണ് ആദ്യം. ആത്മാവിനൾത്താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹ സക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ആത്മാവിനൾത്താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹ സക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. ഓരോ നിമിഷവും കാവലായി എന്നുള്ളിൽ നിറവേകും കൃപകളായി. നൊമ്പരമൊപ്പുന്ന കരങ്ങളാലേ അകതാരിൽ സൗഖ്യത്തിൻ സ്പർശമായി. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓരോ ശ്വാസവും സ്തുതികളായി അങ്ങയെ വാഴ്ത്തുന്ന ഗീതമായി. ഓരോ ശ്വാസവും സ്തുതികളായി അങ്ങയെ വാഴ്ത്തുന്ന ഗീതമായി. മാനസതന്ത്രികൾ മീട്ടിയെന്നും പാടിടാം ഞാനങ്ങേ
ദാസനായി ആത്മാവിനൾ താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹ സക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ നാഥനേ, ഓ എൻ്റെ ആത്മാവിൻ രക്ഷകനേ. യുക്തിയോ വിശ്വാസമോ? ബ്രദർ ബോണി ചെല്ലാനമാണ് തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ അതിസങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉയരുമ്പോൾ, അതുമല്ലെങ്കിൽ നിഗൂഢമായ അനിശ്ചിതാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയുടെ സമയത്ത്, ചില നേരങ്ങളിൽ നമ്മുടെ ഭൗതിക പ്രബുദ്ധത നൽകുന്ന വ്യാഖ്യാനങ്ങൾക്ക് അതീതമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ, മനസ്സ് തളർന്ന് നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസവും ആത്മബലവും പകരുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, ആധ്യാത്മികതയും തികഞ്ഞ ഈശ്വരവിശ്വാസവുമാണ്. ജീവിതത്തിൽ തളർന്നു പോകുന്ന മനുഷ്യരെല്ലാം കയറിപ്പോന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ ആധ്യാത്മികതയാണ്, ഈശ്വരവിശ്വാസമാണ്. അതിന് സഹായിക്കുന്ന ഒരു സംഭവ കഥ പറയാം. 2ാം ലോക മഹായുദ്ധ കാലമാണ്. ഏകദേശം നമുക്കറിയാം 1939-45 കാലഘട്ടം. നാസി തടങ്കൽ പാളയത്തിൽ മൃഗീയമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്കിരയായ ഒരു യഹൂദ ഡോക്ടർ, അദ്ദേഹം ജീവിതത്തിന് അർത്ഥം നൽകിയ കഥ. എങ്ങനെയാണ് അദ്ദേഹം അർത്ഥം നൽകിയത്? നമുക്കറിയാം, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടുപോയാൽ പിന്നീട് രക്ഷയില്ല. സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മരിക്കുന്നത് വരെയും എല്ലും തോലുമായി തീരുക എന്നത് മാത്രമാണ്. പക്ഷേ ആ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ രക്ഷപ്പെടാൻ സാധ്യമല്ലാത്ത ആ അനുഭവത്തിലും അദ്ദേഹം ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയത് ആധ്യാത്മികതയിലാണ്. അതെങ്ങനെയാണ്? കുഞ്ഞുനാളിൽ അദ്ദേഹത്തെ അമ്മ പഠിപ്പിച്ച 23-ാം സങ്കീർത്തനം അദ്ദേഹം ഓർത്തെടുത്തു. നമുക്കെല്ലാവർക്കും അറിയാം 23-ാം സങ്കീർത്തനം. സാവോളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദാവീദ് ചൊല്ലുന്ന പ്രാർത്ഥനയാണത്. മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ ദാവീദ് ചൊല്ലുന്ന പ്രാർത്ഥന. കുഞ്ഞുനാളിൽ അമ്മ പഠിപ്പിച്ചത് ഓർത്തെടുത്തു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, നാസി തടങ്കൽ പാളയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കടുത്ത സെക്യൂരിറ്റിയുള്ള അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. എങ്കിലും നമ്മുടെ ഡോക്ടർ 23-ാം സങ്കീർത്തനം ആവർത്തിച്ചുരുവിട്ടു. കടുത്ത സെക്യൂരിറ്റിയുള്ള ആ തടങ്കൽ പാളയത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ അദ്ദേഹം മുട്ടുമ്പിൽ നിന്ന് കണ്ണുനീരോടെ ഈ സങ്കീർത്തനം ഉരുവിട്ടു. തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് അദ്ദേഹം ഭാവിട്ട് കരഞ്ഞു. എങ്കിലും ഈ സങ്കീർത്തനം അദ്ദേഹത്തിന് പ്രതീക്ഷയുടെ പുതിയ ചിറകുകൾ പകർന്നു നൽകി.
മാസങ്ങൾ പിന്നിട്ടു, നാളുകളേറെ കഴിഞ്ഞിട്ടും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. തൻ്റെ ശരീരം ക്ഷീണിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബുദ്ധി അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആവർത്തിച്ചുരുടുന്ന സങ്കീർത്തനങ്ങൾക്ക് ശക്തിയില്ല. ഇതാ നീ ക്ഷീണിച്ചെല്ലും തോലുമായിരിക്കുന്നു. അധികം വൈകാതെ ഗ്യാസ് ചേംബറിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടുപോകും. അവിടെ നീ കത്തിയെരിഞ്ഞില്ലാതായിത്തീരും. എപ്പോഴോ യുക്തി അദ്ദേഹത്തെ പിടികൂടിയപ്പോൾ ഒരു രാത്രിയിൽ അദ്ദേഹം ദൈവത്തോട് പരിഭവം പറഞ്ഞു, ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എത്ര വട്ടം ഞാൻ സങ്കീർത്തനം ഉരുവിട്ടു, ഒരിക്കൽ പോലും എനിക്കൊരു ചാൻസ്. എൻ്റെ പ്രതീക്ഷ മുഴുവൻ തകർന്നു. ശരീരത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഇപ്പോൾ ശക്തിയില്ല. എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? അദ്ദേഹം ദൈവത്തോട് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞ രാത്രി പുലരുമ്പോൾ പിറ്റേ ദിവസം കൽക്കരി ഖനിയിൽ ജോലിക്ക് കൊണ്ടുപോകാൻ 100 പേരെ കയറ്റിക്കൊണ്ടുപോകാനായിട്ട് വണ്ടി വരികയാണ്. പട്ടാളക്കാരൻ 100 പേരെ കൊണ്ടുപോകാനായിട്ട് ആജ്ഞാപിക്കുന്നു. ആ 100 പേരിൽ ഒരാൾ നമ്മുടെ യഹൂദ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്പർ 77ാമത്തെ നമ്പറാണ്. പ്രിയമുള്ളവരെ, പട്ടാളക്കാരൻ 1, 2, 3 ഇങ്ങനെ ഓരോരുത്തരുടെയും നമ്പർ അനുസരിച്ച് വിളിച്ച് വണ്ടിയിൽ ഓരോരുത്തരായിട്ട് കയറ്റുന്നു. 77ാം നമ്പറുകാരനായ നമ്മുടെ ഡോക്ടർ വണ്ടിയിലേക്ക് കയറിയപ്പോൾ നമ്പർ വിളിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാരൻ്റെ കയ്യിൽ നിന്ന് പേന താഴേക്ക് വീണു. ആ പേന എടുക്കാൻ കുനിഞ്ഞു നിവർന്നപ്പോൾ 77ാമത്തെ നമ്പർ പറഞ്ഞത് പട്ടാളക്കാരൻ മറന്നുപോയി. അദ്ദേഹം വീണ്ടും 77 പറഞ്ഞു. വണ്ടിക്കുള്ളിൽ കയറിയ യഹൂദ ഡോക്ടർക്ക് മാത്രം അറിയാമായിരുന്നു അദ്ദേഹം 77 2 തവണ പറഞ്ഞിട്ടുണ്ടെന്ന്. 100 എന്ന നമ്പർ ആയപ്പോൾ ക്ലോസ് ചെയ്തു, വണ്ടി പുറപ്പെട്ടു. മറ്റാർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം യഹൂദ ഡോക്ടർക്ക് അറിയാമായിരുന്നു. അന്ന് വണ്ടിയിൽ 101 പേരുണ്ട്. അന്ന് വണ്ടിയിൽ 101 പേരുണ്ട്. അദ്ദേഹം അത് മനസ്സിൽ സൂക്ഷിച്ചു. കൽക്കരി ഖനിയിൽ വണ്ടിയെത്തി. എല്ലാവരെയും അതികഠിനമായ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചു. വൈകുന്നേരമായപ്പോൾ ക്ഷീണിച്ച് അവശരായ എല്ലാവരും തിരികെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വണ്ടിയെത്തി. പഴയ പട്ടാളക്കാരൻ തന്നെ ഓരോരുത്തരെയായി വണ്ടിക്കകത്തേക്ക് കയറ്റുന്നു. നമ്മുടെ യഹൂദ ഡോക്ടർ, അദ്ദേഹം കൽക്കരി കയറ്റുന്ന വാഹനത്തിൻ്റെ പിറകിൽ നിൽക്കുകയായിരുന്നു. ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ നമ്പർ വിളിക്കുന്നത് ഇദ്ദേഹം കേട്ടിരുന്നു. എങ്കിലും രാവിലത്തെ 101 എന്ന നമ്പർ ഓർമ്മ വന്നു. അദ്ദേഹം ആ വണ്ടിക്ക് പിറകിൽ തൽക്കാലം ഒന്ന് ഒളിച്ചു നിന്നു. വിളിക്കുകയാണെങ്കിൽ പോകാം. പക്ഷേ 100 എന്ന നമ്പർ തികഞ്ഞപ്പോൾ പട്ടാളക്കാരൻ വണ്ടി അടച്ചു പോയി. നമ്മുടെ ഡോക്ടർ കൽക്കരി ഖനിയിൽ. അദ്ദേഹം കൽക്കരി കയറ്റുമതി ചെയ്യുന്ന വാഹനത്തിനുള്ളിൽ കൽക്കരിയിൽക്കിടയിൽ ഒളിച്ചിരുന്നു. ആ കൽക്കരി കയറ്റുമതി ചെയ്ത രാജ്യത്ത് അദ്ദേഹം എത്തുന്നു. അവിടെ നിന്ന് തൻ്റെ സ്വന്തം നാട്ടിലേക്കും അദ്ദേഹം തിരിച്ചു വരുന്നു. തൻ്റെ ഭാര്യയെ കാണുന്നു, മക്കളെ കാണുന്നു. പിന്നീട് സന്തോഷത്തോടെ അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇങ്ങനെയാണ് കുറിച്ചിട്ടത്: ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സെക്കൻഡുകളുടെ ഒരംശം മതി. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സെക്കൻഡുകളുടെ ഒരംശം മതി. ആരും അറിഞ്ഞില്ല പട്ടാളക്കാരന് 77ാമത്തെ നമ്പർ തെറ്റിപ്പോയത്. ഇതാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവം ഇടപെടുന്ന ചില വഴികൾ. നമ്മുടെ യുക്തിക്കൊന്നും നിരക്കാത്ത അല്ലെങ്കിൽ നെയ്തെടുക്കാൻ പറ്റാത്ത ചില ശൈലികളുണ്ട് ദൈവത്തിന്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നിരാശകളിൽ നിന്ന് ഉയർന്നു പൊങ്ങാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. അവർ ടൈം ഈസ് നോട്ട് ഗോഡ്സ് ടൈം. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെതായ സമയമുണ്ട്. കേട്ടിട്ടില്ലേ, ദൈവം ഒരിക്കലും വൈകില്ല. അവിടുന്ന് തക്ക സമയത്ത് ഇടപെടും. എന്നാൽ അവിടെ നിന്നൊട്ട് നേരത്തെ ആവുകയുമില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഗോഡ് ഹാസ് പെർഫെക്റ്റ് ടൈമിംഗ്, നെവർ ഏർലി നെവർ ലേറ്റ്. നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് കൃത്യസമയത്ത് തക്ക സമയത്ത് ദൈവത്തിന് കഴിയും.
അതുകൊണ്ടാണ് ഈശോയുടെ അപ്പോസ്തലന്മാരിൽ പ്രമുഖനായ നേതാവായ പത്രോസ് മുഴുവൻ ലോകത്തോടും വിളിച്ചു പറഞ്ഞത്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത്, കഷ്ടതകൾ വരുന്ന സമയത്ത് ആരും തളർന്നു പോകരുത്. ദൈവത്തിന് കൃത്യമായ ഒരു സമയമുണ്ട്. എപ്പോഴെങ്കിലും യുക്തിയിൽ അധിഷ്ഠിതമായ വിശ്വാസം മരിച്ചേ തീരൂ. അത് മരിക്കും. കാരണം ബുദ്ധിയിൽ അധിഷ്ഠിതമായത് ഇടയ്ക്ക് വെച്ച് വഴിമുട്ടുമ്പോൾ യുക്തിക്കപ്പുറത്തുള്ള ദൈവാശ്രയ ബോധമാണ് നമ്മളെ നയിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വഴിമുട്ടി നിൽക്കുന്ന പ്രതിസന്ധി നിറഞ്ഞ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് നടുവിലാണ് നമ്മളെങ്കിൽ, ഇതാ പത്രോസ് ലീഹയിലൂടെ പറയുന്ന ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അതിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. ഉറച്ച ആത്മബലവും ശുഭാപ്തി വിശ്വാസവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. ആമേൻ. പോസിറ്റീവ് വൈബ്സുമായി നിഷ ചേച്ചി റെഡിയാണ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെ നമുക്കൊക്കെ വലിയ താല്പര്യമാണ്. സാധാരണക്കാരായ ഈ 2 യുവതികൾ അത്ഭുതം പ്രവർത്തിക്കുന്നു. നമുക്ക് കണ്ടു നോക്കാം. Ты видела его лицо? Парниша реально думал, сейчас ты все игрушки выиграешь, и его нафиг с работы уволят. Да ладно, одного медведя хватит. Слушай, где ты так стрелять научилась? Да я вообще первый раз в тире была. Да ладно. Да, это просто случайность. Ну знаешь, случайности не случайность. Хотелось бы в это верить. Смотри. Может, подойдем? Не знаю, как-то. Да пошли. Привет. Тебя как зовут? Ты чего пока грустная? Пришла с папой на площадку, а играть не хочется? Что-то случилось? Ну что, случайности не случайно? Смотри, что у нас есть. Смотри. Какой большой красивый мишка. Знаешь, чей это Мишка? Это теперь твой Мишка. Ты знаешь, у него еще даже имени нет. Так что ты можешь назвать его как хочешь. Держи. Спасибо. Пожалуйста, играй на здоровье. Только заботься о Мишутке, хорошо? Господи, боже мой, доченька, родненькая, ты же моя умница. Ты понимаешь, что ты умница, а? Муа! Девушки, спасибо вам. Спасибо. 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 А что случилось? Понимаете, она уже год не говорит. Вообще. В прошлом году мама умерла, и она ни слова не сказала. Мы уже по врачам ходили, по гадалкам ездили, уже все бесполезно. А тут вы с вашим медведем. Благодарю вас, девушки. Спасибо. Спасибо.
Доченька, скажи еще раз девушкам спасибо, а? Порадуй папу. Спасибо. തൻ്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് നിശബ്ദയായി പോയ പെൺകുട്ടി ഈ യുവതികളുടെ ദയാമസൃണമായ സ്നേഹം നിറഞ്ഞ വാക്കുകളോട് പ്രതികരിച്ചു തുടങ്ങുന്നു, മിണ്ടി തുടങ്ങുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ച അത്ഭുതം. മാജിക് വാൻഡ് വീശി ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന മജീഷ്യൻസും വലിയ വേദികളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തരായ വചനപ്രഘോഷകരും ഒക്കെ ചെയ്യുന്നത് മാത്രമല്ല അത്ഭുതങ്ങൾ, മറിച്ച് നമ്മുടെ വാക്കുകളിലൂടെ, വിരൽത്തുമ്പിലൂടെ, ചെറിയ പ്രവൃത്തികളിലൂടെ ഇതുപോലെ അത്ഭുതങ്ങൾ വിരിയും. നാളുകളായി പുഞ്ചിരിക്കാൻ കഴിയാതിരുന്നവരെ പുഞ്ചിരിപ്പിക്കുന്നത്, മനസ്സ് തളർന്നു പോയവരെ വീണ്ടും ഉണർത്തി അവരിൽ പ്രത്യാശയുടെ പൂക്കൾ വിരിക്കുന്നത്, വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അഴികൾക്കുള്ളിൽ പെട്ടുപോയ മനസ്സുകളെ സ്വതന്ത്രമാക്കുന്നത്, ഇതെല്ലാം അത്ഭുതങ്ങളാണ്. ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മുടെ വിരൽത്തുമ്പുകളിൽ ഇതുപോലെ ഒരു അത്ഭുതം വിരിയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ മരിയ മഗ്ദലേനയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിനെ അതിൻ്റെ എല്ലാ അപൂർണതകളിൽ നിന്നും ശുദ്ധീകരിക്കുന്ന ഉലയാണ് പരീക്ഷണങ്ങൾ. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മാവിൻ അൾത്താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹ സക്രാരിക്കുള്ളിൽ ഈശോ നീ വന്നു വാഴണമേ. ആത്മാവിൻ അൾത്താര തന്നിൽ സ്നേഹത്തിൻ സക്രാരി തീർത്തു. ആ സ്നേഹ സക്രാരിക്കുള്ളിൽ